ഈ കണക്കുകളുടെ ജാലവിദ്യ കൊണ്ട് ധവളപത്രം എന്ന ഉമ്മാക്കി ജനങ്ങൾക്ക് നേരെ നീട്ടി ഈ കേരളത്തെ എന്ത് വില കൊടുത്തും സമര കേരളം ചെറുക്കും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഖജനാവിലെ സാമ്പത്തിക ഞെരുക്കമുണ്ട് എന്ന് ധവളപത്രം വഴി പറയാൻ. അപ്പൊ ഖജനാവിനകത്ത് ഒരു സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോ സ്വാഭാവികമായും അതിനകത്ത് ഇത്ര രൂപ ബാക്കിയുണ്ട്. അത് അടുത്ത ഗവൺമെന്റിന് എക്സ് ഓർ വൈ പ്രവർത്തിക്കാനുള്ളതാണെന്ന് അറിയാത്തവരെല്ലാവരും. അപ്പൊ വലിയൊരു തത്വശാസ്ത്രം, പോക്കറ്റിൽ പണമുണ്ട്, ജീവനക്കാർ അത് പത്രക്കാർക്കും പാലികാർക്കും കൊടുക്കാതെ സംരക്ഷിക്കുന്നു. സുഹൃത്ത്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് കുറച്ച് സമയം കൂടി ചെറിയ കാര്യം പറയാം. കൂടി ആദ്യത്തെ പ്രസംഗമല്ലേ സാർ? അപ്പോ കുറച്ച് സമയം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ജീവനക്കാരന്റെ വീട്ടിലൊരു അത്യാപത്ത് ഉണ്ടായാൽ സ്വാഭാവികമാണല്ലോ ഒരാൾ മരിക്കുക അല്ലെങ്കിൽ വേറൊരു അത്യാപത്ത്. അപ്പൊ ആ പണം കുറേശ്ശെ അതിന് ചെലവാകും. അപ്പോ കുറച്ചൊക്കെ കടം നിർത്തും. അങ്ങനെ കടം നിർത്തുന്നത് എന്തുകൊണ്ടാ? സ്വാഭാവികമായിട്ടും അത് കിട്ടുമ്പോ അല്ലെങ്കിൽ ശമ്പളം വീണ്ടും കിട്ടുന്ന ഉറപ്പുള്ളത് കൊണ്ട് പാലുകാരനും പത്രക്കാരനും ഒക്കെ അത് അനുസരിക്കും. അപ്പൊ വലിയ തത്വശാസ്ത്രം അവതരിപ്പിക്കുമ്പോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കേരളം മഹാപ്രളയങ്ങളെ നേരിട്ടു. ഈ കേരളം നേരിട്ടത് പിന്നെ കോവിഡിനെ നേരിട്ടു. ഈ കേരളം ഒട്ടേറെ പ്രകൃതി ദുരന്തങ്ങളെ നേരിട്ടു. ഈ നേരിടലുകൾക്കെല്ലാം തന്നെ ഈ കേരളം ആരോടും ഒന്നും ചോദിക്കാതെ അതിനെ നേരിട്ടതാണ് ഈ കേരളം എന്നുകൂടി കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഈ കണക്കുകളുടെ ജാലവിദ്യ കൊണ്ട് ധവളപത്രം എന്ന ഉമ്മാക്കി ജനങ്ങൾക്ക് നേരെ നീട്ടി ഈ കേരളത്തെ എന്ത് വില കൊടുത്തും സമര കേരളം ചെറുക്കും എന്നതാണ് ഈ ബഡ്ജറ്റിനെതിരായി ഞങ്ങൾക്ക് പറയാനുള്ളത്.